നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാക്കനാട് അത്താണിയിൽ അടച്ചിട്ട വീട്ടിൽ യുവാവിന്റെ മൃതദേഹം. പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശിയായ ജെറിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലങ്ങളായി സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ജെറി എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇയാൾ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നതെന്നതാണ് പ്രാഥമിക വിവരം. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളെല്ലാം തന്നെ അവരവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴും ജെറി അവിടെ ഒറ്റയ്ക്ക് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ജെറിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു എങ്കിലും വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ജെറിയുടെ മരണം പോലീസ് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. കാക്കനാട് സ്വകാര്യ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായി തുടരുകയായിരുന്നു ജെറി. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമായും ബന്ധുക്കളുമായും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജെറി പെരുമാറിയിരുന്നത്, സംസാരിച്ചിരുന്നത്. ആത്മഹത്യയിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു കാരണമുള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രതികരിക്കുന്നത്. അപ്പോൾ എന്താണ് ജെറിയുടെ ആത്മഹത്യയിലേക്ക്, അല്ലെങ്കിൽ ഇത് കൊലപാതകമാണോ എന്നതടക്കമുള്ള കാരണങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ യുവാക്കളിൽ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. നിസാരമെന്ന് തോന്നുന്ന പല കാരണങ്ങൾ കൊണ്ട് അതല്ലാതെ ഓൺലൈൻ വഴി പറ്റിക്കപ്പെട്ടു എന്നതടക്കമുള്ള വ്യത്യസ്ത കാരണങ്ങളാണ് ഇത്തരത്തിൽ യുവാക്കന്മാരിൽ മരണസംഖ്യ കൂടാനുള്ള കാരണമായി കണ്ടെത്തുന്നത്. പോലീസിന് പോലും എന്താണ് ഇത്തരം ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കണ്ടെത്താൻ പറ്റാത്ത നിരവധി കേസുകളും ഈ അടുത്ത കാലത്തായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ള 16 വയസ്സുകാരൻ്റെ മരണമെന്നത്. നിലവിൽ ഇപ്പോഴും ആത്മഹത്യ എന്ന് മാത്രം കരുതപ്പെടുന്ന ആ 16 വയസ്സുകാരൻ്റെ മരണത്തിൽ നിരവധി ദുരൂഹതകൾ തുടരുന്നുണ്ട്. കുട്ടി എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അന്വേഷണം തുടരുന്നുവെങ്കിലും കേസ് തെളിയിക്കപ്പെടാൻ ഉതകുന്ന തരത്തിലൊരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അർജുൻ എന്ന് പറയുന്ന 16 വയസ്സുകാരനെ കാണാതായത്. ഇതിന് പിന്നാലെ 3 ദിവസത്തിന് ശേഷം രാവിലെ കിണറ്റിൽ നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെഞ്ഞാറമൂട് തൈക്കാട് മുളംകുന്ന് ലക്ഷം വീട്ടിൽ താമസിച്ചിരുന്ന അനിൽകുമാർ മായ ദമ്പതികളുടെ മകനാണ് അർജുൻ. ഈ അർജുന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കിണറ്റിൽ നിന്ന് വളരെ വികൃതമായ രീതിയിൽ ലഭിച്ചത്. അർജുനെ തിങ്കളാഴ്ച വൈകിട്ട് 6:15 കാണാതാകുന്നതെന്ന് പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്ന് വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമടക്കം നാട്ടുകാരുടെ ഉൾപ്പെടെ എല്ലാവരും ഊർജിതമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഈ ബന്ധുക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ അർജുൻ മരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയേ തീരൂ എന്നുള്ള നിലപാടിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ തെളിയിക്കപ്പെടാതെ പോകുന്ന പല കേസുകളാണ് കഴിഞ്ഞ കുറച്ചു കാലം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ കാക്കനാട് നിന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത്. കാക്കനാട് അത്താണിയിൽ അടച്ചിട്ട വീട്ടിൽ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരികയാണ്. പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശിയായ ജെറിയാണ് മരണപ്പെട്ടത്. കാലങ്ങളായി സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന ജെറിക്ക് ആത്മഹത്യയിലേക്ക് പോകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്തായാലും ജെറി കഴിഞ്ഞ ദിവസം വീട്ടിൽ തനിച്ച് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ജെറിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് പോലീസിൽ കാര്യം അറിയിക്കുകയായിരുന്നു. പോലീസ് ഈ വീട്ടിലെത്തിയപ്പോഴാണ് ജെറി അവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട് അടച്ചിട്ട നിലയിലായിരുന്നു. പോലീസാണ് സംഭവ സ്ഥലത്തെത്തി വീട് പൊളിച്ച് ജെറിയുടെ മൃതദേഹം പുറത്തെടുത്തത് എന്നാണ് വിവരം. എന്തായാലും സംഭവത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ജെറിക്ക് എന്താണ് സംഭവിച്ചതെന്നത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കേസ് അന്വേഷണം തുടരുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. കാക്കനാട് സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു ജെറി.